ഇന്ന് നമുക്കൊരു ചേന മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ചേന എടുത്ത് ആദ്യം അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാനായിട്ടാ. കട്ടിംഗ് ബോർഡിൻ്റെ മീതെ ഒരു ന്യൂസ് പേപ്പർ ഇട്ടിട്ട് തൊലി ചെത്തി മാറ്റണം. തൊലി ചെത്തി മാറ്റിയതിന് ശേഷം പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുന്നതാണ്. ചേന വെള്ളം തൊട്ടാൽ ചൊറിയും, അതുകൊണ്ട് കഷ്ണങ്ങളാക്കി നുറുക്കിയതിന് ശേഷമാണ് കഴുകുന്നത്. അപ്പോൾ ഈ മെഴുക്ക് പുരട്ടിക്ക് എല്ലാം ഒരേ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി വേവാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറിയ കനം കുറച്ച കഷ്ണങ്ങളാക്കിയിട്ടാണ് നുറുക്കിയെടുത്തത്. അപ്പോൾ ആ നുറുക്കിയ ചേന വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. കുറച്ച് നേരം അവിടെ വെള്ളത്തിൽ കിടക്കട്ടെ. അപ്പോഴേക്കും പിന്നെ അതിന് വേണ്ടുന്ന മറ്റ് സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ചുവന്നുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയുമാണ്. അപ്പോൾ അതൊക്കെ നന്നാക്കി വെള്ളത്തിലിട്ട് വെക്കണം. ഇനി അതിന് ശേഷം ഈ ചേന ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ കൈ കൊണ്ട് ചേന തൊട്ട് കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ എനിക്ക് കൈ ചൊറിയും. അതുകൊണ്ട് ഒരു നെറ്റിൽ ഒരരിപ്പയിൽ ചേന ഇട്ടിട്ട് ചേന കഴുകിയെടുക്കുകയാണ് ചെയ്തത്. ടാപ്പിൻ്റെ അടിയിൽ കാണിച്ചിട്ട് നന്നായി ഒലച്ച് കഴുകിയെടുത്താൽ മതി. അതുപോലെ ഉള്ളിയും പച്ചമുളകും അതും എല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും അതെല്ലാം ഇടിക്കലിൽ വെച്ചൊന്ന് ചതച്ചെടുക്കാം. പിന്നെ അതിന് ശേഷം ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടായിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയെല്ലാം കൂടെ അതിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ഇളം ബ്രൗൺ നിറാവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് അതും ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന ചേന അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചേനയൊക്കെ നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരല്പം വെള്ളം തെളിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ അല്പം വെള്ളം തെളിച്ച് കൊടുത്ത് എന്നിട്ടത് മൂടി വെച്ച് ലോ ഫ്ലെയിമിലാണ് വേവിക്കുന്നത്. അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. മൂടിക തുറന്നാൽ അല്ലെങ്കിൽ അത് അടി പിടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു 3/4 വേവാകുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒന്നും കൂടെ ഒരു 1-2 മിനിറ്റോട് കൂടി ചേന വെന്ത് കിട്ടും. പിന്നെ ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മുടെ ടേസ്റ്റ് മേക്കർ. കുറച്ച് കറിവേപ്പിലും കുറച്ച് വെളിച്ചെണ്ണയും കൂടി തൂവി ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മളുടെ മെഴുക്ക് പുരട്ടി നല്ല രുചിയായി.